പൊന്നാനിയിലെ തീരദേശവാസികൾക്ക് ഗുണകരമായ രീതിയിലാണ് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതെന്ന് UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലി അഭിപ്രായപ്പെട്ടു. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ. പൊന്നാനി വലിയ പ്രതാപമുണ്ട് എന്ന് പറയുമ്പോഴും ഈ 1000-ലധികം വരുന്ന ഓലക്കുടിലുകൾ ഈ തീരദേശത്ത് അത് പൊന്നാനിയുടെ മുഖത്തെ ഒരു കറുത്ത പാടാണ്. അത് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തീരദേശത്ത് വരുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം അത് തീരദേശ ജനതയെ ചേർത്ത് പിടിച്ച് അവർക്ക് ഗുണകരമാവുന്നതായിരിക്കണം. അല്ലാതെ അവരവിടെ നിന്ന് ആട്ടിയോടിക്കാൻ പാകത്തിലുള്ളതാകരുത് എന്ന വലിയൊരു ചിന്ത തീരദേശത്തുണ്ട്. അതുപോലെ തന്നെ കോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൾ കൃഷിക്കാര് സപ്ലൈകോവിന് നെല്ല് വിറ്റാൽ പൈസ കിട്ടുന്നില്ല. ബാങ്കിൽ നിന്ന് ലോണാണ് അവര് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ലോൺ തിരിച്ചടക്കാൻ ഇവിടെ മാർഗമില്ല, സർക്കാർ പൈസ തരുന്നില്ല. അതുകൊണ്ട് അവരൊക്കെ നോൺ പെർഫോമിംഗ് അസറ്റിന്റെ ആ പട്ടികയിലേക്കാണ് ഉൾപ്പെടുന്നത്. കൃഷിക്കാരൊക്കെ ഇവിടെ വ്യാജന്മാരായി മാറുകയാണ്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള വലിയ തോതിലുള്ള വലിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന ഇടമാണ് കർമ്മ റോഡ്. ആ കർമ്മ റോഡിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വാഹനങ്ങൾക്ക് പോയിട്ട് മനുഷ്യർക്ക് പോലും നിന്നു തിരിയാനുള്ള സൗകര്യങ്ങളില്ല. ഇത് തീർത്തും അശാസ്ത്രീയമാണ് അതിന്റെ ഏകോപനവും അതിന്റെ നിർവഹണവും ഒക്കെ. അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ടൂറിസം രംഗത്തെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി പൊന്നാനിയിലെ പ്രാദേശിക പത്രക്കാരായ നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അത് നമ്മുടെ 100 അടി തോട് തുടങ്ങുന്നത് BM മുതലാണ്. അത് BM മുതൽ കുന്നംകുളം വരെ 23 കിലോമീറ്ററാണ് 100 അടി തോടിന്റെ നീളം. ആ തോടിന് ആഴം കൂട്ടി വീതി വർദ്ധിപ്പിച്ചൊരു ജലപാതയാക്കി മാറ്റിയാൽ ഇരുവശത്തുമുള്ള കോൾ നിലങ്ങൾക്ക് നടുവിലൂടെയുള്ള അതിമനോഹരമായ അപൂർവമായ അനുഭൂതി നിറഞ്ഞ ഒരു യാത്രയായിരിക്കും അത്. ഇന്ത്യയിൽ തന്നെ സമാനതകൾ കുറവാണ് അത്തരത്തിലുള്ള യാത്രകൾക്കോ അല്ലെങ്കിൽ ഇടങ്ങൾക്കോ ഒക്കെ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്തിയ പരിഗണനയോടുകൂടി നടപ്പിലാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുമെന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തുല്യ നീതി ഉറപ്പുവരുത്തി, അവസര സമത്വം ഉറപ്പുവരുത്തി, ജനാധിപത്യത്തിന്റെ ഒരു പക്വമായ മാതൃക ഉയർത്തിപ്പിടിച്ച് നീങ്ങും. അത് കക്ഷി രാഷ്ട്രീയ ജാതിമത വിഭാഗീയ ചിന്തകൾക്ക് ഇടമില്ലാത്ത വണ്ണം ഈ പൊന്നാനിയെ മുഴുവൻ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന ഒരു പ്രത്യാശ, ഒരു പ്രതിജ്ഞ നിങ്ങൾക്ക് മുമ്പാകെ പങ്കുവയ്ക്കുകയാണ്. നന്ദി.